ക്രിക്ടോക്സ് ടൂർണമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം. രണ്ടു പേർക്കും വിജയിച്ചേ പറ്റൂ. കാരണം രണ്ട് ടീം ഇപ്പൊ അവസാന സ്ഥാനക്കാരാണ്. ചെന്നൈ 9ാം സ്ഥാനത്തും KKR ആവട്ടെ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ഒരു കാലത്ത് IPL ഉറപ്പിച്ചിരുന്ന രണ്ട് ടീമാണ് ഇവർ രണ്ടുപേരും. ചെന്നൈക്കാവട്ടെ IPL 5 കിരീടങ്ങൾ ഉണ്ടാകുമ്പോൾ KKR ഒട്ടും മോശമല്ല. KKR 3 കിരീടങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രണ്ട് ടീമും പരിതാപകരമല്ലേ? രണ്ട് ടീമിനും ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും ബാറ്റിങ്ങിലെ ഫോം ഔട്ടും ബൗളിങ്ങിലെ പ്രശ്നങ്ങളും ഒക്കെ വെച്ച് രണ്ടു പേർക്കും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കിയാൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പൊ പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മത്സരം നടക്കുക ചെപ്പൊക്കിലാണ്. മത്സരം നടക്കുക ചെപ്പൊക്കിൽ ഇപ്പൊ പഴയ പോലെയല്ല. ബാറ്റിങ്ങിനും ഒരല്പം കൂടി അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഒരു 190, 200 ഒക്കെ വരുന്ന പിച്ചായിട്ടാണ് ഇപ്പൊ കാണുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ചേസബിൾ ടീമിനായിരിക്കും ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. അത് പൊതുവെ അങ്ങനെയാണ്. നൈറ്റ് ഗെയിംസ് ആകുമ്പോൾ ഡ്യൂ വരുമ്പോഴൊക്കെ ചേസബിൾ ടീമിനും ഒരല്പം കൂടി ചാൻസ് കിട്ടുക. പിന്നെ KKRന്റെ അവസ്ഥ ഈ സീസണിൽ അറിയാലോ. കളിച്ച 4 മത്സരത്തിൽ 3 പരാജയപ്പെട്ടു. ഒരു മത്സരം രക്ഷപ്പെട്ട് മഴ പെയ്ത് കിട്ടിയ പോയിന്റ് വെച്ച് അവർ നിൽക്കുന്നത്. CSK കഴിഞ്ഞ കളിയാണ്. അനുബന്ധ കളിയാണ് DC പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവര് കഴിഞ്ഞ കളിയാണെന്ന് എന്റെ ഓർമ്മ. കഴിഞ്ഞ കളി അവർ DC പരാജയപ്പെടുത്തി. ഇപ്പോൾ ഇതാ പിന്നെ നമുക്ക് ബാക്കി സ്റ്റാറ്റ്സിലൊക്കെ നോക്കിയാൽ ആയുഷ് മാത്രയും ഋതുരാജ് ഗെയ്ക്വാദ് ഈ രണ്ടു പേരും ഫോം ഔട്ട് ആണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ കളി സെഞ്ചുറി അടിച്ചു. പക്ഷെ സഞ്ജു കൺസിസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ സംശയങ്ങളുണ്ട്. കാരണം ഇതിന് മുമ്പത്തെ 3 കളി സഞ്ജു പരാജയമാണ്. എന്തുകൊണ്ടാണ് കൺസിസ്റ്റന്റ് വരാൻ കാരണം? T20 വേൾഡ് കപ്പിൽ മികച്ച ഫോമിൽ നിന്നിട്ട് ഒരു 10-20 ദിവസത്തിന് ശേഷം കളിക്കുന്ന മത്സരത്തിൽ വരെ സഞ്ജുക്ക് ഫോം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ അതേ ഇൻകൺസിസ്റ്റന്റ് അല്ലേ? പിന്നെ ഗെയ്ക്വാദ് ഇപ്പൊ എന്താണ് കളിക്കുന്നത്? ഗെയ്ക്വാദ് കഴിഞ്ഞ സീസണിലെ ഫോം ഔട്ട് ആണ്. ഈ സീസൺ അത് കണ്ടിന്യൂ ചെയ്യാണ്. അദ്ദേഹം പഴയ ഫോമിൽ ഇല്ല. ആയുഷ് മാത്രയുടെ കാര്യം, ആയുഷ് മാത്രേ പവർ പ്ലേയില് 109 സ്ട്രൈക്ക് റേറ്റ് ആണ് പവർ പ്ലേ സ്ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗെയ്ക്വാദ് ആവട്ടെ 129 മാത്രമേ ഉള്ളൂ ഗെയ്ക്വാദിന്. പിന്നെ 2023 തൊട്ടിട്ട് MS ധോണി CSK 25 മത്സരങ്ങളിൽ നയിച്ചിട്ടുണ്ട്. ഗെയ്ക്വാദ് ആവട്ടെ 23 മത്സരങ്ങളിൽ. സ്പിന്നേഴ്സ് ധോണിക്ക് കീഴിൽ ബോൾ 8.3 ഓവറാണ് ഒരു മാച്ചിൽ. പക്ഷെ ഗെയ്ക്വാദിന്റെ കാര്യത്തിൽ 6.3 ആണ്. എനിക്ക് സാധാരണ പറഞ്ഞത് തലേനെ പോലത്തെ തല വേറെ ഒരു ആൾക്കും ക്രിക്കറ്റ് ലോകത്തില്ല. ഇപ്പൊ 8.3 ഓവർ പറയാൻ കാരണം ധോണിക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് സ്പിന്നറിനെ ഉപയോഗിക്കുന്നത്, എവിടെയാണ് പേസ് ബോളർ ഉപയോഗിക്കേണ്ടത്. ധോണിക്ക് കൃത്യമായിട്ട് അറിയാം. ഗെയ്ക്വാദിന് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ രഘുവൻഷിയുടെ കാര്യം, രഘുവൻഷി ആണ് ഇപ്പൊ KKRന്റെ ബെസ്റ്റ് IPL ബാറ്ററായിട്ട് കാണുന്നത്. പക്ഷെ അദ്ദേഹം ഒരു സ്ലോ സ്റ്റാർട്ടറാണ്. അതാണ് പ്രശ്നം. അത് സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്. 10-120 ഒക്കെ സ്ട്രൈക്ക് റേറ്റ് വരുന്നുള്ളവർക്ക് ആദ്യത്തെ 10-15 ബോളിൽ. അതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. ഒരു പക്ഷേ മനീഷ് പാണ്ഡെ ഇറക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മനീഷ് പാണ്ഡെ വന്നാൽ ചിലപ്പോൾ റമൻദീപ് പുറത്തിരിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ ഇപ്പൊ ഋതുരാജ് ഗെയ്ക്വാദും അജിൻക്യ രഹാനെ രണ്ടു പേരും, അതായത് ഋതുരാജ് ആണെങ്കിൽ നമ്മുടെ CSKയുടെ നായകനാണ്, KKR നായകനായിട്ട് അജിൻക്യ രഹാനെ ഉള്ളത്. ഋതുരാജ് ഗെയ്ക്വാദിന്റെ കാര്യം, ഋതുരാജ് ഗെയ്ക്വാദ് സീസണിൽ വളരെ ഫോം ഔട്ടാണ്. കളിച്ച 4 മത്സരത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഫോമിലേക്ക് വരേണ്ട ആവശ്യമാണ്. കാരണം ഇതെന്താ, ഇത് വലിയ പ്രഷറാണ് CSK ഇതില്. കാരണം ഉർവിൽ പട്ടേൽ പുറത്തിരിക്കുന്നുണ്ട്. പക്ഷെ ക്യാപ്റ്റനായിട്ട് ഗെയ്ക്വാദിനെ മാറ്റിയ പിന്നെ ആരെങ്കിലും ക്യാപ്റ്റൻ ആക്കും? അപ്പൊ ക്യാപ്റ്റൻ തന്നെ പ്രഷറായിട്ടാണ് ഉള്ളത്. ഇപ്പൊ ഋതുരാജ് ഗെയ്ക്വാദ്, അതായത് അദ്ദേഹത്തിന് ഈ സീസണിൽ ഫോം ആയിട്ടില്ല. അദ്ദേഹം ഇപ്പോ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഓർഡർ മാറ്റണം. ഓപ്പണിംഗിൽ ആയുഷ് മാത്രമേ സഞ്ജുവിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം 1 ഡൗണോ 2 ഡൗണോ ഒക്കെ ഇറക്കുന്നതായിരിക്കും CSK ഒരു അല്പം കൂടി നല്ലത്. കാരണം പവർ പ്ലേയിൽ CSK സ്കോർ വരുന്നില്ല. ഗെയ്ക്വാദിന് പഴയ ഹിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സഞ്ജു സാംസന് കൂടുതൽ ഉത്തരവാദിത്തം വരുന്നത്. അദ്ദേഹം ഔട്ടായി പോകുന്നത്. അപ്പോ ഗെയ്ക്വാദിന് ആ പഴയ ഹിറ്റിംഗ് പവർ ഇപ്പൊ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പൊ റണ്ണേബിൾ സ്ട്രൈക്ക് റേറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇപ്പൊ സ്ട്രൈക്ക് റേറ്റ് നമുക്കറിയാം. പവർ പ്ലേയിൽ 100 സ്ട്രൈക്ക് റേറ്റ്, IPL സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ. ഇങ്ങനെ റണ്ണേബിൾ സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് ഗെയ്ക്വാദിന്. അതായത് അതിനെക്കാട് കുറച്ചും കൂടി മുകളിൽ 120, 110 ആണ്. പക്ഷെ രഹാനയുടെ കാര്യം അങ്ങനെയല്ല. രഹാനയാണ് KKRന്റെ സെക്കൻഡ് ഹയസ്റ്റ് റൺ ഗെറ്റർ ഈ കൊല്ലത്തെ. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 155 ആണ്. അതുകൂടി നോക്കണം നമ്മള്.
പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണ്, അദ്ദേഹത്തിന് ഈ ക്വിക്കസ്റ്റ് ബോളർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ മികവിലേക്ക് വരാൻ പറ്റുന്നത് അദ്ദേഹത്തിന് പിച്ചിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ രഹാന എന്ന് പറഞ്ഞാല് ഒരുപാട് സമയം പിച്ചിൽ പിടിച്ചെടുത്ത് അടിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആദ്യത്തെ ഒരു 10-15 ബോൾ അദ്ദേഹം ഹിറ്റ് ഓർ മിസ്സിന്റെ രൂപത്തിലായിട്ടുണ്ട്. കിട്ടി പോയി അങ്ങനെ കളിക്കുന്ന പ്ലെയറെ മാറിയില്ല അജിൻക്യ രഹാനെ. പിന്നെ ഇപ്പോ പറയേണ്ട കാര്യം, ഇപ്പൊ ടീം ന്യൂസിലേക്ക് വന്നാൽ MSD കളിക്കുമോ, അതാണ് ഇപ്പൊ ചോദ്യം. ധോണി കളിക്കുമോ? പക്ഷെ ധോണി ഇന്നും കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അദ്ദേഹം ഇപ്പൊ ഇതൊക്കെ അത് നെറ്റിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ധോണി ഇന്ന് കളിക്കാനുള്ള ചാൻസ് കുറവാണ്. അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ കളിച്ചേക്കാം, നമുക്ക് ഉറപ്പില്ല. 50-50 ആണ് ധോണിയുടെ കാര്യം. പക്ഷെ ഡെവൽഡ് ബ്രേസ് ഇന്നും കളിക്കും. അദ്ദേഹം കഴിഞ്ഞ മത്സരം കളിച്ചിട്ട് കഴിഞ്ഞ മത്സരം എന്റെ ഓർമ്മശരിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ കളി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ബ്രേസ് ഇന്ന് കളിക്കുന്നതാണ്. ഇന്ന് എന്തായാലും ടീമിനോടൊപ്പം ഉണ്ടോ അദ്ദേഹം ഒരു അല്പം കൂടി നേരത്തെ ഇറങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. നമ്പർ 4-ലോ നമ്പർ 5-ലൊക്കെ ഇറങ്ങാൻ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ MS ധോണി is now aware near selection. Gurpreet Singh has shown he is worth packing, so don't expect a change there. അതാണ് പറഞ്ഞത്. ഗുർജാപ്രീത് സിംഗ് തന്നെ ഇന്ന് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. MSD കളിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ KKRന്റെ കാര്യത്തിൽ വന്നാൽ മത്സരം ചെപ്പോക്കിലാണ് നടക്കുന്നത്. സ്പിന്നേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ. KKRന്റെ ടീമിൽ ഒരു ക്വാളിറ്റി സ്പിന്നർ ഉണ്ട്, സുനിൽ നരേൻ. സംശയങ്ങൾ വേണ്ട. അദ്ദേഹം IPL T20 ക്രിക്കറ്റിലെ വളരെയധികം ക്വാളിറ്റി സ്പിന്നറാണ്. ഒരു കാര്യം കൂടി പറയാൻ പറ്റുപോയി. CSKD ടോപ്പ് ഓർഡർ ഉണ്ടല്ലോ, സഞ്ജു സാംസൺ ആയിക്കോട്ടെ, ഋതുരാജ് ആയിക്കോട്ടെ, ആയുഷ് മാത്ര ആയിക്കോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ ധോണിയെ കളിപ്പിക്കുന്നതായിരിക്കും. ധോണി കളിക്കില്ല, എന്നാൽ പോലും ഇവർക്കൊക്കെ സുനിൽ നരേനെ കണ്ട മുട്ടിട്ടിക്കും. ധോണിയുടെ കേവറേജ് സുനിൽ നരേൻ ഒരു 10-12 ആണ്. ഗെയ്ക്വാദിനാവട്ടെ 15 ഉള്ളൂ. അപ്പൊ സുനിൽ നരേനെ കണ്ടാൽ CSKയുടെ ടോപ്പ് ഓർഡർ മുട്ടിടിക്കുന്ന കാഴ്ച വേണ്ട. ഇന്നൊരു പക്ഷേ KKR വരുൺ ചക്രവർത്തിയും കൊണ്ടുവരുമെന്ന റിപ്പോർട്ട്. അദ്ദേഹം ഇപ്പൊ ഫോം ഔട്ടാണ്, സംശയങ്ങൾ കണ്ടു. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഇഞ്ചുറിയൊക്കെ മാറി കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ വരുൺ ചക്രവർത്തി ആ പഴയ മികവിലേക്ക് എത്തുമാറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പിച്ചാണിത്. അദ്ദേഹം തമിഴ്നാട് പോയല്ലേ, ഇന്ന് കളി ചപ്പൊക്കിലല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലാണ് KKR മാനേജ്മെന്റ് ഉള്ളത്. ഒരു പക്ഷേ ഇന്ന് വരുൺ ചക്രവർത്തി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതേപ്പോ കൃത്യമായിട്ട് പറഞ്ഞത് ഇപ്പൊ CSKക്ക് ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിട്ട് ഇപ്പൊ ആകെയുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ശിവം ദുബെയാണ്. അവരുടെ ടോപ്പ് ഓർഡറിൽ ലെഫ്റ്റ് ഹാൻഡായിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ ധീരജ് ആയിക്കോട്ടെ, സഞ്ജു ആയിക്കോട്ടെ, ആയുഷ് മാത്ര ആയിക്കോട്ടെ, ബ്രവിസ് ആയിക്കോട്ടെ, സർപ്രൈസ് ആയിക്കോട്ടെ, ഇവയൊക്കെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. ജോലി ഓർഡർ അടക്കം റൈറ്റ് ഹാൻഡ് ആണ്. അപ്പൊ ഒരു പക്ഷേ ശിവം ദുബേനെ പൂട്ടാൻ വരുൺ ചക്രവർത്തി ഇറക്കിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ മദീഷ പതിനാനയുടെ കാര്യം, അദ്ദേഹത്തിന് ഇന്നലെ NOCയിലെ വിസിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ മത്സരം കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോ അദ്ദേഹം മദീഷ പതിനാൻ ഹാസ് റിസീവ്ഡ് NOC to join KKR but will not be available for this game ആണ് KKR ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യം. അപ്പൊ ധോണിയും കളിക്കാൻ ഉണ്ടാവില്ല, മദീഷ പതിനാനയും ഉണ്ടാവില്ല. പിന്നെ സഞ്ജു സാംസന്റെ കാര്യം, അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ കളി സെഞ്ചുറി അടിച്ച് അദ്ദേഹം ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റട്ടെ ഇതിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീം മാനേജ്മെന്റ് ഒക്കെ ഉള്ളത്. അതേസമയം ബൗളിങ്ങിന്റെ കാര്യത്തിൽ രണ്ട് ടീമിലും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടെന്ന കാര്യം സമ്മതിച്ചേ പറ്റൂ. കഴിഞ്ഞ കളി ഇപ്പോ CSK ജയിച്ചു, മോശമായിട്ട് ബോളർ. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ പന്തെറിയാൻ പറ്റുമോ, സംശയമാണ്. രണ്ട് ടീമിനും ഫോം ഔട്ടും ഇൻകൺസിസ്റ്റൻസി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ടിപ്പോ വരുന്നത്. കൊൽക്കത്തയെ CSKനെക്കാട്ടിയും പരിതാപകരമാണ് കൊൽക്കത്തയുടെ അവസ്ഥ. അവർക്കിപ്പോ പ്രധാനമായിട്ടും ബോളിംഗ് മദീഷ പതിനാൻ ഇന്ന് കളിക്കില്ല. പിന്നെ ബ്ലെസിംഗ് മുസർബൻ അദ്ദേഹത്തിന് കിക്കാൻ പൈസ ഇപ്പോ നടക്കുന്നില്ല. അദ്ദേഹത്തിന് പുറത്തിരിച്ചിട്ട് ഇപ്പോ റൗമൻ പോയിനെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്യാമറോൺ ഗ്രീന്റെ പ്രൈസ് വലിയ പ്രശ്നമായി. ഒരു പക്ഷെ അദ്ദേഹത്തിന് വരുന്ന രവീന്ദ്ര രവീന്ദ്രൻ കളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പം കൂടി അവർക്ക് എഡ്ജ് കൂടുതലെന്നും പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് രണ്ട് ടീമിലും പ്രോബബിൾ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ CSKയുടെ കാര്യത്തിൽ സഞ്ജുവും ഗെയ്ക്വാദും കൂടി ഓപ്പൺ ചെയ്താൽ ആയുഷ് മാത്രം നമ്പർ 3, ബ്രവിസ് നമ്പർ 4, ശിവൻ ദുബെ നമ്പർ 5, സർഫ്രാസ് ഖാൻ നമ്പർ 6, ജെയ്മി ഓവർട്ടൺ നമ്പർ 7, അക്കീൽ ഹുസൈൻ നമ്പർ 8, അൻഷുൽ കംബോജ് നമ്പർ 9, ബോർ അഹമ്മദ് നമ്പർ 10, ഖലീൽ അഹമ്മദ് നമ്പർ 11, ഗുർജാപ്രീത് സിംഗ് ഇമ്പാക്ട് ആയിട്ടുണ്ടാകും. KKRന്റെ കാര്യത്തിൽ പിന്നലനും അജിൻക്യ രഹാനെയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. അൻഗ്രിഷ് രഘുവൻഷ് നമ്പർ 3, ക്യാമറോൺ ഗ്രീൻ നമ്പർ 4, റിങ്കു സിംഗ് നമ്പർ 5, റൗമൻ പോയൽ നമ്പർ 6, രമൺദീപ് സിംഗ് നമ്പർ 7, സുനിൽ നരേൻ നമ്പർ 8, അനുകൂൽ റോയ് നമ്പർ 9. അല്ലെങ്കിൽ പിന്നെ വരുൺ ചക്രവർത്തി കളിക്കാൻ ചാൻസ് ഉണ്ട്. നമ്പർ 10 നവദീപ് സൈനി, നമ്പർ 11 കാർത്തിക് ത്യാഗി. ഇമ്പാക്ട് ആയിട്ട് വൈഭവ് അറോറ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും രണ്ട് ടീമിന് വിജയിച്ചപ്പോൾ ചവിട്ടൊരു കിടിലൻ മത്സരങ്ങൾ കാണാൻ പറ്റും. ഇന്നത്തെ മത്സരത്തിൽ KKRനെയാണ് നമ്മൾ വിജയിച്ച് കാണുന്നത്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് വീണ്ടും എത്താം.